ഡൽഹിയിൽ നടക്കുന്ന നീറ്റ് പരീക്ഷാ പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ ഫണ്ടിങ്ങും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുമാണെന്ന് സംവിധായകൻ മേജർ രവി. പരീക്ഷാ ചോർച്ചയെ മുൻനിർത്തി നടക്കുന്ന സമരത്തിൽ യഥാർത്ഥ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എത്തിയവരാണുള്ളതെന്ന് മേജർ രവി ആരോപിച്ചു. വിഷയത്തിൽ വിശദമായ പഠനങ്ങൾ നടത്തി വസ്തുതകൾ ശേഖരിച്ച ശേഷമാണ് താൻ പ്രതികരിക്കുന്നതെന്നും മേജർ രവി വ്യക്തമാക്കി. തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വിഷമം തോന്നിയെങ്കിലും കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് സമരത്തിന്റെ യഥാർത്ഥ വശം വ്യക്തമായതെന്ന് മേജർ രവി പറഞ്ഞു. ജന്തർ മന്തർ പോലുള്ള നിശ്ചിത സ്ഥലങ്ങളിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന് പകരം അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തുകയും പോലീസിന് നേരെ അക്രമവും പെപ്പർ സ്പ്രേ പ്രയോഗവും നടത്തുകയാണ് ഒരു കൂട്ടം ആളുകൾ ചെയ്തത്. ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസ് തിരിച്ചടിക്കുമെന്നും അതിനെ കുട്ടികളെ അടിക്കുന്നു എന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും മേജർ രവി ചൂണ്ടിക്കാട്ടി. നീറ്റ് സമരത്തിന്റെ മറവിൽ മോദിയെ പുറത്താക്കുക, ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും മോചിപ്പിക്കുക, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക, ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റും ലഡാക്കിലെ വികസനവും നിരോധിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഉയരുന്നത്. സത്യമറിയാതെ സമരത്തിന് പോയി അക്രമങ്ങളിൽ പങ്കെടുക്കുന്ന യുവാക്കളുടെ ഭാവി കേസുകളിൽപ്പെട്ട് നഷ്ടപ്പെടുകയാണെന്നും മേജർ രവി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും രാജ്യത്തിനൊപ്പം നിലകൊള്ളുമ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷം രാജ്യത്തിന്റെ സൈന്യത്തെയും വികസനത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇത്തരം അനാവശ്യ പ്രക്ഷോഭങ്ങളെയും ഗൂഢാലോചനകളെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോയിലൂടെയാണ് മേജർ രവി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നടക്കുന്ന നീറ്റ് പ്രക്ഷോഭത്തെക്കുറിച്ച് പലരും തന്നോട് പ്രതികരണങ്ങൾ ചോദിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ആ വാർത്തകളും ദൃശ്യങ്ങളും കണ്ടപ്പോൾ ഏത് സാധാരണക്കാരനെയും പോലെ വലിയ വിഷമം തോന്നിയിരുന്നു. കുട്ടികളെ ക്രൂരമായി അടിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ പാവം കുട്ടികളെ വെറുതെ തല്ലുകയാണോ എന്നാണ് ചിന്തിച്ചത്. എന്നാൽ ആരാണ് ആ കുട്ടികളെന്ന് പിന്നീടാണ് തിരഞ്ഞുപിടിച്ച് പഠിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ യഥാർത്ഥ വശം മനസ്സിലായത്. അവിടെ വിദ്യാർത്ഥികൾ കുറവും മറ്റ് ചില താല്പര്യക്കാരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. 2-3 ദിവസം മാറുനിന്ന ഇതിനകത്തുള്ള എല്ലാ വസ്തുതകളും കണക്കുകളും കൃത്യമായി ശേഖരിച്ച് പഠനങ്ങൾ നടത്തിയ ശേഷമാണ് സംസാരിക്കുന്നത്. താൻ പറയുന്നത് കേട്ടതിനു ശേഷം നിങ്ങൾക്ക് എന്നെ തെറിവിളിക്കാൻ തോന്നിയാൽ അത് സ്വാഭാവികമാണെന്നും പക്ഷേ അത് പറയാനുള്ളത് പറയുമെന്നാണ് മേജർ രവി പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പറഞ്ഞ തുടക്കത്തിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ ന്യൂട്രലായി ഇടപെട്ട് തുടങ്ങിയ വ്യക്തിയായിരുന്നു സോനം വാങ്ചുക്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിലേക്ക് വിദേശങ്ങളിൽ നിന്നും വലിയ തോതിൽ ഫണ്ടുകൾ വരാൻ തുടങ്ങുകയും മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇത്തരം വിദേശ ഫണ്ടുകളുടെ മേൽ വലിയ നിയന്ത്രണങ്ങളോ ചോദ്യം ചെയ്യലുകളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കള്ളപ്പണമടക്കം രാജ്യത്തേക്ക് ഒഴുകിയെത്തിയത്. ഡൽഹിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു. അതിനാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങിയതിന്റെ പശ്ചാത്തലം അമേരിക്കയിൽ നിന്നാണെന്നും മേജർ രവി പറയുന്നുണ്ട്.